5 വർഷം സ്നേഹിച്ച് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അവളെ തേക്കുന്ന രീതി ഇങ്ങക്ക് കാണണ്ടേ? അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞത് തിങ്കളാഴ്ച നിർത്താന്നുള്ള കാര്യം. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്, നിങ്ങളും നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങൾ എന്തെങ്കിലും ആയിട്ടതിനു ശേഷം വാ. ഞങ്ങളെ പറ്റിക്കേണ്ട കാര്യമില്ല, അങ്ങനെ പറ്റിക്കാൻ നിന്ന് കൊടുക്കേണ്ടയും കാര്യമില്ലല്ലോ. പറ്റില്ല എന്ന് മുഖത്ത് ഈ പറഞ്ഞ് ഞങ്ങളായിട്ട് മാറിപ്പോകില്ല. ഈ എൻഗേജ്മെന്റ് വരെ നടത്തേണ്ട കാര്യമുണ്ടോ? എന്റെ അപ്പം തൂങ്ങിച്ചാവും നിനക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ എന്താ പറയണേ? അപ്പം അങ്ങനെ തുമ്മിച്ചാവെന്ന് പറഞ്ഞാലും ഇങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ടോ? വേറെ എന്തെങ്കിലും വരാൻ മേലെ? എങ്ങനെ പറ്റണടി നിനക്കൊക്കെ? എങ്ങനെ പറ്റണം? എൻഗേജ്മെന്റ് കഴിഞ്ഞതാ, അതിന് ശേഷം ഇത്. എടാ എന്റെ അച്ഛൻ തൂങ്ങിച്ചാവും പറഞ്ഞിട്ടുണ്ട, അച്ഛന് പാൽക്കുപ്പി വാങ്ങിച്ചു കൊടുക്കണോടാ, ഇല്ല അച്ഛൻ തൂങ്ങിച്ചാവും. സത്യം പറഞ്ഞ് നിനക്ക് എന്ത് പറയണമെന്ന് അറിയാലോ. നിങ്ങൾ ഇവിടെ വിളിക്കാനുള്ള ചീത്ത നിങ്ങൾ എന്റെ കമന്റ് വിളിക്കണം കേട്ടോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ അതിന്റെ പേരിൽ. പിന്നെ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ നിന്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പാടാ, അപ്പൊ നോക്കാം. പണ എണിച്ച് ആ വോയിസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ പയ്യന്റെ ഫുൾ ഡീറ്റെയിൽസ് അവന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. അവന്റെ അക്കൗണ്ട് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം. ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഇവളുകൾ പ്രതികരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന്റെ വീട്ടുകാരുടെ അടുത്ത്, സംഭവം നാട്ടിലില്ല, ഇവന്റെ വീട്ടുകാർ ഇവന്റെ അച്ഛനെയൊക്കെ റോട്ടേ പോകുമ്പോൾ പിടിച്ചു നിർത്തിയിട്ട് അവരുടെ അടുത്ത് ഗുഡായിസം കാണിക്കുകയാണ് ഇവരെ മെയിൻ പരിപാടി. പിന്നെ നിന്റെയൊക്കെ വിചാരം നീയൊക്കെ അങ്ങ് തേച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാം അടച്ചു പിടിച്ച് അതൊക്കെ സഹിച്ചങ്ങിരിക്കുന്ന. അപ്പൊ അങ്ങനെയല്ല, പ്രതികരിക്കും. ഇനി ഇതിന്റെ പേരിൽ അവന്റെ വീട്ടിൽ എന്തേലും സീൻ ഉണ്ടായ, ഇപ്പം നിന്റെ വോയിസ് മാത്രമേ വെളി വിട്ടിട്ടുള്ളൂ, നാളെ വിടുന്നത് വേറെ ആയിരിക്കും. അതുകൊണ്ട് കിട്ടിയെന്നും വെച്ചോണ്ട് അതുവഴി അങ്ങ് പൊയ്യ, നിനക്കും നിന്റെ ഗുണ്ടകൾക്കും കൊള്ളാം. പിന്നെ പറയാ അവന് സ്വത്തില്ല, പണമില്ല, അതൊക്കെയാണ് അവരുടെ റീസൺ. ഇവിടെ സ്നേഹിച്ചപ്പോ എന്തൊരു സ്വത്തും പണം കണ്ടിട്ടാണ് അവിടെ സ്നേഹിച്ചത്? അല്ലെ അവന്റെ സെന്റ് മറ്റേ എന്തൊരു വസ്തു ഇല്ലാന്ന്, വസ്തു കണ്ടിട്ടാണ് നിന്റെ അച്ഛനെ വെട്ടിമൂടാൻ മറ്റേ തൂങ്ങിച്ചത്തിട്ട്? അങ്ങനെയാണ് മോളെ അവനെ സ്നേഹിച്ച് എൻഗേജ്മെന്റ് നടത്തി കൊടുക്കുമ്പോൾ അങ്ങേര് കിടന്ന് ഉറങ്ങിയ. അങ്ങേര് ഉറങ്ങിയെങ്കിൽ 2 ഉണ്ടാ? അല്ല, അങ്ങനത്തെ സ്വഭാവമാണ് നീ കാണിച്ചുകൊണ്ടിരിക്കണം. ഒരച്ഛൻ എൻഗേജ്മെന്റ് നടത്തി കൊടുക്കാൻ, മറ്റേ അച്ഛൻ അപ്പൊ ഉറക്കമായിരുന്നു. അതായത് ഒരു തന്ത വന്നിട്ട് കല്യാണം എൻഗേജ്മെന്റ് നടത്തി കൊടുക്കും, മറ്റേ തന്ത എണിക്കുമ്പോഴത്തേക്ക് ചോദിച്ചു, അയ്യോ എന്റെ മോളെ, അയ്യോ എന്റെ മോളെ എൻഗേജ്മെന്റ് കഴിഞ്ഞ്, അയ്യോ ഞാൻ തൂങ്ങിച്ചാവാൻ പോണേ. കേൾക്കുമ്പോഴാണ് ഇവിടെയൊക്കെ ഉറങ്ങിക്കിടന്ന് നിന്റെ തൂങ്ങിപ്പാച്ചാകുമ്പോടെ തന്തയില്ലേ, രണ്ടത്തെയാണ്. ആ തന്തയ്ക്ക് ഇത് കൊണ്ട് മൂഞ്ചി കൊണ്ട് കിടക്കാൻ പറ, അതേ പറഞ്ഞിട്ടുള്ളൂ. പാൽക്കുപ്പി തന്തയുടെ അടുത്ത് പറഞ്ഞേരെ, ഉണ്ടാവനെ മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ ഇപ്പൊ നിന്റെ വോയിസ് വെളി വിട്ടിട്ടുള്ളൂ. ഇനിയും പറയണമെങ്കിൽ അവന്റെ എൻഗേജ്മെന്റ് ഫോട്ടോ ഉണ്ട്, നീ ഉൾപ്പെടെയുള്ള അത് വെളിവിടുന്നതിന് നീ കേസ് കൊടുത്താലും ഒരു കുഴപ്പമില്ല. അവന്റെ ലൈഫിൽ സംഭവിച്ച കാര്യമാണ് കേട്ടല്ലേ, അതിന് ഒരു ഗുണാകം സംഭവിക്കാൻ പോകില്ല, അത് ഉൾപ്പെടെ വെളിവിടും. എൻഗേജ്മെന്റ് വരുത്താൻ, കല്യാണം വരുത്താൻ, എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ വരാനറിയാം. ഗൈസ്, ഇത് മാക്സിമം ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്തിട്ട് ഇത് അവളെ തന്തയും അവളെ തന്തയുടെ തന്തയും ചേച്ചിമാരെല്ലാം കാണണം. എന്തായാലും ഈ വോയിസ് വെച്ച് പിടികിട്ടണവർക്കൊക്കെ പിടികിട്ടിക്കോട്ടെ. ഓക്കെ, അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.